പുതിയകാവ് ക്ഷേത്രത്തിൽ അനുമതിയില്ലാതെ വെടിക്കെട്ട് നടത്തിയതിന് ക്ഷേത്രം ഭാരവാഹികൾ ഉൾപ്പെടെ 9 പേർ പിടിയിൽ. ഒളിവിൽ കഴിഞ്ഞിരുന്ന ഇവരെ മൂന്നാറിൽ നിന്നാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. സംഭവത്തിൽ മജിസ്ട്രേറ്റ് അന്വേഷണം തുടങ്ങി. ദുരിതബാധിതർക്ക് നഷ്ടപരിഹാരം ഉടൻ നൽകുമെന്ന് ജില്ലാ കളക്ടർ NSK ഉന്മേഷ് 24 പറഞ്ഞു. പുതിയകാവ് ക്ഷേത്രത്തിൽ ഒന്നാം ദിവസം അനുമതിയില്ലാതെയാണ് വെടിക്കെട്ട് നടന്നത്. എക്സ്പ്ലോസീവ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത കേസിലാണ് ക്ഷേത്രം ഭാരവാഹികൾ, ഉത്സവ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ 9 പേരെ ഇന്ന് കസ്റ്റഡിയിലെടുത്തത്. അപകടവുമായി ബന്ധപ്പെട്ട് 4 പേരെ നേരത്തെ റിമാൻഡ് ചെയ്തിരുന്നു. ജില്ലാ കളക്ടർ പ്രഖ്യാപിച്ച മജിസ്റ്റീരിയൽ അന്വേഷണത്തിന്റെ ഭാഗമായി സബ് കളക്ടർ കെ മീര സംഭവസ്ഥലം സന്ദർശിച്ചു. റിപ്പോർട്ട് 2 ആഴ്ചയ്ക്കകം നൽകും. പോലീസിന് വീഴ്ച സംഭവിച്ചോ എന്ന് പരിശോധിക്കുമെന്ന് സബ് കളക്ടർ. നമ്മുടെ അറിവിൽ ഇതുവരെ എവിടുന്ന് ഒരു പെർമിറ്റും ഇല്ല, ഒരു പെർമിഷൻ ഇല്ല. അവർക്ക് അത് മാനുഫാക്ചർ ചെയ്യാനുള്ള ലൈസൻസ് ഇല്ല, ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള ലൈസൻസ് ഇല്ല, സ്റ്റോർ ചെയ്യാനോ ഡിസ്പ്ലേ ചെയ്യാനോ ഒന്നിനുള്ള ലൈസൻസ് കോൺട്രാക്ടറോ അമ്പലോ എടുത്തതായിട്ട് നമ്മുടെ അറിവിലില്ല. അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥ തലത്തിൽ ഒരു വീഴ്ച വന്നതായിട്ട് നമുക്ക് പറയാൻ പ്രൈമ ഫേസ് നമുക്ക് പറയാൻ പറ്റില്ല. ദുരിതബാധിതർക്ക് ആശങ്ക വേണ്ടെന്നും നഷ്ടപരിഹാരം ഉടൻ ലഭ്യമാക്കുമെന്നും ജില്ലാ കളക്ടർ NSK ഉമേഷ് 24 പറഞ്ഞു. വലിയ ഡാമേജ് ആയത് ആ സ്ഫോടനമുണ്ടായ അടുത്തുള്ള വീടുകൾ ഞാൻ തന്നെ നേരിട്ട് കണ്ടതാണ്. അതല്ലാതെ ചെറിയ ചെറിയ ഡാമേജസ് ഉണ്ടായതെല്ലാം ചേർത്ത് മോർ ദാൻ 300 ഹൗസസ്, ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഡാമേജ്, മേജർ ഡാമേജ്, മൈനർ ഡാമേജ് എല്ലാം ഉണ്ടായ ഹൗസസ് ഉണ്ട്. അതേസമയം നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ നാളെ ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിക്കും. അപകടത്തിൽ പരിക്കേറ്റ 3 പേരുടെ നില ഇപ്പോഴും ഗുരുതരമായി തുടരുന്നു. അനുമതിയില്ലാതെയാണ് പുതിയാവ് ക്ഷേത്രത്തിൽ ആദ്യ ദിവസം വെടിക്കെട്ട് നടന്നത്. 2ാം ദിവസവും വെടിക്കെട്ട് സാമഗ്രികൾ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് പോലീസ് ഉൾപ്പെടെയുള്ള സംഘങ്ങൾക്ക് സംഭവിച്ച വീഴ്ചയെന്നാണ് ഉയരുന്ന പ്രധാനപ്പെട്ട വിമർശനം. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24.